الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرعنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل وأولئك هم الغافلون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ വിഷയമാകട്ടെ, പരലോകത്തിൻ്റെ വിഷയമാകട്ടെ, അത് ആത്മീയതയുടെയോ ഭൗതികതയുടെയോ വിഷയമാകട്ടെ, രണ്ട് വിഷയങ്ങളിലും ബദ്ധശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധകൾ കടന്നു വരാറുണ്ട്. ഈ ഭൗതികമായ ലോകത്തിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള അശ്രദ്ധ വലിയ നെടും ഖേദങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഭാര്യയുടെ ഫോൺ കോൾ വരികയാണ്. ഫോണെടുത്ത് വിഷയം എന്താണ് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ കോളേജ് വിട്ടിട്ട് 5:30 മണിക്ക് മകൾ വീട്ടിലെത്തുന്നതാണ്. 5:30 കഴിഞ്ഞ് 6:30-7 മണിയായിട്ടും മകൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് സ്വന്തം ഭാര്യ ഫോണിലേക്ക് വിളിച്ച് പറയുമ്പോഴാണ് ശരീരമാകെ വിയർത്തുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ മകളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. 10-20 വർഷക്കാലം ആ ഉപ്പയുടെയും ഉമ്മയുടെയും തണലിൽ അന്തി ഉറങ്ങിയിരുന്ന ആ മകൾ അന്നു രാത്രിയിൽ എവിടെയാണെന്നറിയില്ല. അടുത്ത ദിവസം അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്, തൊട്ടടുത്ത ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ മറ്റൊരു മതവിശ്വാസിയുമായി താങ്കളുടെ മകൾ വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ
ആ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും ആഘാതവും എത്രമാത്രമായിരിക്കും. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ ഭൗതികമായ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട്, ഉന്നത ബിരുദങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഞാൻ ഒരുക്കി കൊടുക്കുന്നതിനിടയിൽ, മോളെ ഇതെല്ലാം കാണുന്ന ഒരു സൃഷ്ടാവുണ്ട്, മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന് നമ്മുടെ മകനെ മകളെ ഓർമ്മപ്പെടുത്താത്തതിൻ്റെ പേരിൽ നെടും ഖേദത്തിലായ ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വാഹനം വിൽപ്പന നടത്തി. വിൽപ്പന നടത്തുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ പേരിൽ നിന്ന് വിൽപ്പന നടത്തിയ ആളുടെ പേരിലേക്ക് വാഹനം നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 6-7 വർഷം കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് ഒരു വാറണ്ട് വരുന്നു. എന്താണ് വിഷയമെന്ന് അന്വേഷിക്കുമ്പോൾ, എൻ്റെ പേരിലായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേരിൽ ഓടിയിരുന്ന വാഹനം ഇന്നും എൻ്റെ പേരിൽ തന്നെയാണ്. ആ വാഹനത്തിലാണ് പോലീസുകാര് ലഹരിയോടുകൂടി പിടിക്കപ്പെട്ടത്. ആ സമയത്ത് കൂടെയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൻ്റെ ഉടമയായ എനിക്കെതിരെയാണ് കേസും പ്രശ്നങ്ങളും വന്നത്. ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധ വലിയ സാമ്പത്തികവും ആത്മാഭിമാനവും നഷ്ടപ്പെടുന്ന നെടും ഖേദങ്ങളിലേക്ക് എത്തിക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, ദുനിയാവിൻ്റെ വിഷയത്തിൽ ചെറിയ ചെറിയ അശ്രദ്ധകൾ നമ്മെ വല്ലാതെ മാനസികമായി തളർത്തുമെങ്കിൽ, ഈ താൽക്കാലികമായ ലോകം നാം മരണപ്പെട്ടു പോകുന്നതോടുകൂടി തീർന്നു പോകുന്നതാണ്. എന്നാൽ പരലോകത്തിൻ്റെ വിഷയം, മരണാനന്തരമായ ലോകത്തിൻ്റെ വിഷയം നാം നമ്മോട് തന്നെ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ദുനിയാവിൻ്റെ വിഷയത്തിലും പരലോകത്തിൻ്റെ വിഷയത്തിലും നമുക്കുള്ള ബദ്ധശ്രദ്ധ എത്രയാണ്. നമ്മളുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ ബിസിനസ്സിൽ കാണിക്കുന്ന ആ ശ്രദ്ധയും ആത്മാർത്ഥതയും പരലോകത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ നമസ്കാരത്തിൻ്റെയും എൻ്റെ വിശ്വാസത്തിൻ്റെയും എൻ്റെ സക്കാത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൽ ഹറാമുകളൊന്നും കടന്നു വരരുത് എന്ന ബദ്ധശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ? പലപ്പോഴും നാം പരിഗണന നൽകുന്നത് ഈ ഭൗതികമായ ലോകത്തിനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ബൽ തുഅസ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ഈ ജീവിതത്തിനാണ് പ്രാധാന്യവും മഹത്വവും കാണുന്നത്. എന്നാൽ മനുഷ്യരെ, വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, ആത്മാവ് വേർപെടുന്ന ഒരു മരണാനന്തരം ഒരു ലോകമുണ്ടല്ലോ, അതാണ് ഖൈറും വഅബ്ഖാ, ഏറ്റവും ഉത്തമമായതും അനശ്വരമായതും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാലിദീന ഫീഹാ അബദ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നരകത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോഴും അവിടെ ഖുർആൻ പ്രയോഗിച്ച പദം ഖാലിദീന ഫീഹാ അബദ, അനശ്വരമായി മരണമില്ലാതെ പൂർണ്ണമായ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഒരു സ്വർഗവാസി കഴിയുന്നതെങ്കിൽ, ശിക്ഷയുടെ മേൽ ശിക്ഷയുമായി കണ്ടാണ് ഒരു നരകാവകാശി തൻ്റെ കാലം തള്ളി നീക്കേണ്ടി വരുന്നത്. നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, പരലോകത്തിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ, പരലോകത്തിൻ്റെ വിചാരണയുടെ വിഷയത്തിൽ നമ്മളിൽ എത്ര ശ്രദ്ധ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അനുചരൻ മദീനയിലെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ സാധനങ്ങൾ മദീനയുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഒരു അനുചരൻ, വളരെ ഭംഗിയായ ഒരു പരവതാനി സ്വന്തം കരങ്ങൾ കൊണ്ട് നെയ്തുണ്ടാക്കി മദീനയുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്താൻ വേണ്ടി വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഭംഗിയും അതിൻ്റെ കളറും കണ്ടിട്ട് കൗതുകത്തോടുകൂടി വന്ന് എടുത്തു നോക്കുന്നുണ്ട്, വില ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ പരവതാനിയെ ഒന്ന് ചേർത്തു പിടിച്ചിട്ട് ആ നെയ്തുണ്ടാക്കിയ സഹോദരനോട്, ആ അനുചരനോട് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഇന്ന ന്യൂനതകളുണ്ട്,
ഈ ലൈനിന് ഇന്ന പിഴവുകളുണ്ട്, ഇന്ന അബദ്ധങ്ങളുണ്ട്. ഓരോന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ നെയ്ത്തുകാരനായ ആ സഹോദരന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ആ സാധനത്തിന്റെ കുറവുകളും ന്യൂനതകളും പറഞ്ഞ സഹോദരൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, താങ്കളെ വിഷമിപ്പിക്കാനല്ല, താങ്കളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ പരവതാനി ഞാൻ തന്നെ അതങ്ങ് എടുത്തുകൊള്ളാം, താങ്കളെ വിഷമിപ്പിക്കാനല്ല. താങ്കളിൽ ഒരുപാട് കഴിവുകളുണ്ട്, താങ്കൾ ഇനിയും ശ്രദ്ധിച്ചാൽ താങ്കൾ ഈ ജനങ്ങൾക്കിടയിലെ ഒരു നല്ല നെയ്ത്തുകാരനായിട്ട് അറിയപ്പെടും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരൻ പറഞ്ഞത്, എൻ്റെ പരവതാനിയിലെ ന്യൂനതകൾ കണ്ടിട്ടല്ല ഞാൻ കരഞ്ഞത്, ഞാൻ വിതുമ്പിയത് നാളെ പരലോകത്ത് ഇതുപോലെ എൻ്റെ നന്മതിന്മകളുടെ ഫലകം റബ്ബിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ എൻ്റെ നമസ്കാരത്തിൻ്റെ കുറവുകൾ, എൻ്റെ സകാത്തിന്റെ കുറവുകൾ, എൻ്റെ കർമ്മങ്ങളുടെ ന്യൂനതകൾ എൻ്റെ റബ്ബ് ഓരോന്നും എടുത്തെടുത്തു പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നാളെ പരലോകത്ത് നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വിങ്ങിപ്പൊട്ടിയത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ പറയുകയാണ്. അവരുടെ മനസ്സു നിറയെ, അവരുടെ ഹൃദയം നിറയെ പരലോകമായിരുന്നു പ്രിയമുള്ളവരെ. പക്ഷേ നമ്മളുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നു, താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി ഇന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ താങ്കളുടെ അക്കൗണ്ട് പുനരാരംഭിക്കുള്ളൂ എന്ന് വന്നാൽ നമുക്ക് ടെൻഷനാണ്, നമുക്ക് പ്രയാസമാണ്. നാം താമസിച്ചു കൊണ്ടിരിക്കുന്ന 50 ലക്ഷത്തിൻ്റെയും അതുപോലെ 1 കോടിയുടെയും ഭവനം ഒരു ചെറിയ ഭൂമികുലക്കത്തിൽ നമ്മുടെ ഭിത്തികൾക്കൊരു ചെറിയ പിളർപ്പ് അനുഭവപ്പെട്ടാൽ എൻ്റെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ഇതിൽ മുതൽ മുടക്കി എൻ്റെ മുതൽ മുടക്ക് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതിനെക്കുറിച്ചാണ് നമുക്ക് വേവലാതി, നമുക്ക് അതിനെക്കുറിച്ചാണ് ചിന്ത പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ശ്മശാനങ്ങളിലേക്ക് നാം പോകും. അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ആ കിടക്കുന്ന നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മളോട് സംസാരിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മളോട് പറയും, മോനെ ഞങ്ങളുടെ കാലം കഴിഞ്ഞുപോയി, വിലപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, നിനക്കുള്ള ഓരോ സെക്കൻഡുകളും ഓരോ സമയങ്ങളും നീ ഉപയോഗപ്പെടുത്തണേ എന്ന് ആ നമ്മുടെ ഉപ്പയും ഉമ്മയും ആ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യർ വിളിച്ചു പറയും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം, നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ. ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്ന നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ. മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. ആ 2 വിലപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അശ്രദ്ധയിലാണ്. ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ ആ വിലപ്പെട്ട 2 അനുഗ്രഹങ്ങൾ? ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസ്സിഹ്ഹതു വൽ ഫറാഗ. ഒന്ന് ശാരീരികമായ ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവു വേളകളാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല സഹോദരന്മാരും ചെറിയ ഒരു തളർച്ച വന്നതാണ്. പക്ഷേ ആ ചെറിയ തളർച്ച വലിയ രോഗങ്ങളായി. ആരെങ്കിലും സ്വന്തം കരങ്ങൾ കൊണ്ട് വീഴ്ത്തിക്കൊടുക്കുന്ന വെള്ളം തൊണ്ടയിലേക്ക് ഇറക്കുന്ന, പ്രയാസപ്പെടുന്ന പലരെയും നാം കാണാറുണ്ട്. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപ് നമുക്ക് കിട്ടുന്ന ഒഴിവുവേളകൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മൊബൈലിൽ നാം ഇന്നലെയും ഇന്നും ഉപയോഗിച്ച മൊബൈലിൽ നാം ഉപയോഗിച്ച സമയം, സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം ചെലവഴിച്ച സമയം എത്രയെന്ന്
നമ്മുടെ മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ വ്യക്തമായ ആൻസർ ആ മൊബൈൽ നമുക്ക് തരും. 4-5 മണിക്കൂറുകളാണ്. ഒരു ദിവസത്തിൻ്റെ പകലിൽ 13 മണിക്കൂറാണ് നാം ഉണർന്നിരിക്കുന്നതെങ്കിൽ അതിൽ പകുതിയോളവും നാം സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. പണ്ടു കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വീടുകളിൽ, ഭവനങ്ങളിൽ ആരും ആരോടും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും കൈകളിൽ, വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കൈകളിലും ഓരോ സ്മാർട്ട് ഫോൺ ഉണ്ടാകും. അതുമായി നിശബ്ദമായി അവരോരോരോ ലോകങ്ങളിലേക്കാണ്. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് കെടും ഖേദത്തിലാകുന്ന നാളെ പരലോകത്തെത്തുമ്പോൾ റബ്ബിന്റെ മുന്നിൽ നാം ഖേദത്തോടുകൂടി പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ച റബ്ബേ, എനിക്ക് കിട്ടിയ സെക്കൻഡുകളും മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എനിക്ക് കുറച്ച് സമയം ഒന്ന് തന്നാൽ ഫഅസ്സദ്ദഖ, എൻ്റെ ധനത്തിൻ്റെ സക്കാത്ത്, ദാനധർമ്മങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം, ശരിയായ രൂപത്തിൽ ഞാൻ വിശ്വാസിയായി കൊള്ളാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സജ്ജനങ്ങളിൽ പെട്ടുകൊള്ളാം. റബ്ബ് തിരിച്ചു പറയുന്ന മറുപടി, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരൊറ്റ മനുഷ്യരെയും റബ്ബ് ബന്ധിക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, അയാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് അല്ലാഹു നിശ്ചയിച്ച വായുവും ഭക്ഷണവും നാം ധരിക്കേണ്ട വസ്ത്രവും നമ്മുടെ സമയം കഴിഞ്ഞാൽ, നമ്മുടെ ബട്ടൺസ് ഒന്ന് അഴിച്ചു മാറ്റാനുള്ള സമയം പോലും പ്രിയമുള്ളവരെ അല്ലാഹു നമുക്ക് നൽകുകയില്ല. നാളെ പരലോകത്തും ഇതിൻ്റെ പേരിൽ ഖേദിക്കും, റബ്ബിന്റെ മുന്നിൽ സങ്കടപ്പെടും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നന്മയിലാകാൻ ഒരു മനുഷ്യന് എത്രയെത്രയോ സംവത്സരങ്ങളാണ്, എത്രയെത്രയോ ആയുസ്സുകളാണ് ഞാൻ നിനക്ക് തന്നത്, നീ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. നമുക്ക് കിട്ടിയ ഈ സമയവും അവസരവും നാം പ്രയോജനപ്പെടുത്തണം പ്രിയമുള്ളവരെ. എന്നാൽ വിശ്വാസികളാകുന്ന പല സഹോദരന്മാരും അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. നമസ്കാരത്തിലും ആരാധനകളിലും സകാത്തിലും ബദ്ധശ്രദ്ധയുള്ളവരാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ അഖീദ, അവരുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല. നമസ്കാരത്തിലും ആരാധനകളിലും ഉണ്ടവർ ആമിലത്തുൻ നാസിബ, അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാണ്. പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോ തസ്ലാ നാറൻ ഹാമിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നയിക്കുന്നത് നരകാഗ്നിയിലേക്കാണ്. അവർക്ക് അല്ലാഹു നൽകിയ ബുദ്ധിയും കഴിവും ചിന്താശക്തിയും ഉപയോഗപ്പെടുത്താതെ പുരോഹിതന്മാരുടെ ആശയങ്ങളും ആദർശങ്ങളും ആമാശയത്തിനു വേണ്ടി ആശയങ്ങൾ വിൽപ്പന നടത്തുന്ന പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളിൽ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കേണ്ടതിനു പകരം അല്ലാഹുവിനെ ആരാധിക്കേണ്ട മസ്ജിദുകൾക്ക് മുന്നിൽ മരിച്ചുപോയ പ്രവാചകന്മാരെയും മഹാന്മാരെയും മഹത്തുക്കളെയും കടുവയിൽ തങ്ങളെയും ഭീമാപ്പള്ളി ഉമ്മച്ചയെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് കാലം കഴിഞ്ഞുകൂടി ജീവിതം അവസാനിച്ചു. അവിടെ എത്തുമ്പോൾ കർമ്മങ്ങളുമായി കർമ്മപുസ്തകങ്ങളുമായി പോകുമ്പോൾ ഇതെല്ലാം ഒരു പാഴ്വേലയായി പോകും. കാരണം നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദയാണ് പ്രധാനം പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അംവാതുൻ ഗൈറു അഹ്യാഇൻ, മരിച്ചുപോയി മഹാന്മാരും മഹത്തുക്കളും ഉണ്ടല്ലോ, അംവാത്, അവർ മരിച്ചുപോയവരാണ്, അവർ മരണപ്പെട്ടു പോയവരാണ്. ഗൈറു അഹ്യാഇൻ, അവർക്ക് ജീവനില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്താണ്, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവരെ പുനരുദ്ധാനം പുനർസൃഷ്ടിക്കുക എന്ന് പോലും അവർക്കറിയില്ല. എന്നിട്ട് അവരോടാണോ നിങ്ങളുടെ പ്രാർത്ഥനകൾ? പച്ചപ്പെട്ട് വിരിച്ചിരിക്കുന്ന അത്തരം മഖ്ബറകളോടാണോ നിങ്ങളുടെ പ്രാർത്ഥനകൾ? ഈ ഇലാഹുകും ഇലാഹും വാഹിദ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനോടാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്
നമ്മുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങളും ആവലാദികളും പങ്കുവെക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അത്തരം മനുഷ്യർ അവരുടെ ചിന്താമണ്ഡലങ്ങൾ, അവരുടെ കാഴ്ചയും അവരുടെ കേൾവിയും അവരുടെ ചിന്താമണ്ഡലങ്ങളും ഉപയോഗപ്പെടുത്തുന്നില്ല. സൂറത്തുൽ അഅറാഫിന്റെ 169 വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് വലഖദ് ദറഅനാ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിനു വേണ്ടി തന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്രകാരം നരകത്തിലേക്ക് നാം അവരെ തള്ളിക്കളഞ്ഞതല്ല. എന്താണ് അതിൻ്റെ പ്രശ്നം? ലഹും ഖുലൂബുൻ, അവർക്ക് ചിന്തിക്കാനുള്ള ഹൃദയം അല്ലാഹു നൽകി. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അവർ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ പലതും കാണുന്നുണ്ട്. സ്വന്തം കുഞ്ഞ് ഉമ്മയുടെ ഉദരത്തിൽ വളരുകയും ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടുന്ന മുലപ്പാൽ സംവിധാനിക്കുകയും ചെയ്യുന്ന റബ്ബിൻ്റെ അത്ഭുതകരമായ പല പ്രവർത്തനങ്ങളും അവൻ കാണുന്നുണ്ട്. വലഹും അയ്യുനുൻ, പലതും അവൻ കാണുന്നുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, അവൻ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഖുത്ബകളിലൂടെ, വിശുദ്ധമായ ഖുർആന്റെ പരിഭാഷകളിലൂടെ അവൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ലാ യസ്മഊന ബിഹാ, അതവന്റെ ജീവിതത്തിലേക്കും അവന്റെ ഹൃദയത്തിലേക്കും എത്തുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം, അവർ നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ്. ഇല്ല ബൽഹും അവൽ, അതിനേക്കാളും പതനങ്ങളിലേക്കാണ്. അവരുടെ പ്രശ്നം എന്താണ്? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അശ്രദ്ധയിലാണ്. വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ പേര് അബ്ദുള്ളയും ആയിഷയും എന്നൊക്കെയാണ്. ഞാനും ഒരു മുസ്ലിം നാമധാരിയാണ്. 5 നേരം നമസ്കരിക്കുന്നു, ജുമുഅ നമസ്കരിക്കുന്നു. മറ്റു മതങ്ങളെപ്പോലെ ഒരു മതമാണ് ഇസ്ലാം എന്ന് ചിന്തിക്കുന്നു. പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറഞ്ഞു കൊടുക്കുന്ന മതം അത് മതമായി അന്ധമായി അവൻ സ്വീകരിക്കുന്നു. കുറേ കാലം അങ്ങനെ കഴിച്ചുകൂട്ടി, അശ്രദ്ധയിൽ ആണ്ട് ജീവിച്ചോ. ഇത് സത്യമാണ് എന്നോ ഇത് യാഥാർത്ഥ്യമാണ് എന്നോ അവന് ബോധ്യപ്പെട്ടിട്ടില്ല. സഹോദര സമുദായ അംഗങ്ങളിൽ നിന്ന് പലരും ഈ സത്യത്തിൻ്റെ മാധുര്യവും ഇതിൻ്റെ മധുരവും മനസ്സിലാക്കിയിട്ടും സ്വന്തം വിശ്വാസത്തിലും ആദർശത്തിലും കുടുംബത്തിലും വളർന്നു വന്ന പലരും ഇതിലൊക്കെയും അശ്രദ്ധയിൽ ആണ്ടുപോകുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, അത്തരം ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? പലപ്പോഴും ഏതോ ചില രോഗങ്ങളുടെ പേരിൽ, ഉറങ്ങാൻ കഴിയാത്ത ചില രോഗങ്ങൾ നമുക്ക് വന്നപ്പോൾ നമസ്കാരം ആരംഭിച്ചു, തഹജ്ജുദ് നമസ്കാരം ആരംഭിച്ചു. നമ്മുടെ മൊബൈലിൽ ഖുർആനിൻ്റെ പാരായണവും ഖുർആനിൻ്റെ അർത്ഥവും ആശയങ്ങളും കേൾക്കാൻ തുടങ്ങി. രോഗം മാറി, ആരോഗ്യം വീണ്ടെടുത്തു, സമ്പത്തുകൾ വന്നു തുടങ്ങി, ഒരു വിലപിടിപ്പുള്ള കാറ് വാങ്ങാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അങ്ങനെ നാം അല്ലാഹുവിനെ നാം മറന്നു പോകുന്നുണ്ടോ? റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നും ഓരോന്നും വർദ്ധിപ്പിച്ചു തരുമ്പോൾ റബ്ബ് നോക്കുന്നത് നമ്മുടെ നിലപാടെന്താണ്? അനുഗ്രഹങ്ങൾ ഓരോന്നും നൽകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിലപാടെന്താണ്? നമ്മുടെ നമസ്കാരത്തിലെ ശ്രദ്ധ, കൃത്യമായി സുബഹി നമസ്കരിച്ചു കൊണ്ടിരുന്ന നാം നമ്മോട് ചോദിക്കേണ്ടത്, ഈ സദസ്സിൽ ജുമുഅയ്ക്ക് കൂടിയ നമ്മളിൽ എത്ര പേര് ഇന്ന് ഹയ്യ അലസ്സലാഹ് എന്ന് പ്രഭാത നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചപ്പോ സുബഹി നമസ്കാരത്തിനുണ്ടായിരുന്നു? ഇന്നലെ ഇശാ നമസ്കാരത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയല്ലായിരുന്നു, കൃത്യമായി നമസ്കരിച്ചു കൊണ്ടിരുന്നു. മരണാനന്തരം ഒരു രോഗത്തെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യവും അതിനനുസരിച്ചുള്ള ജീവിതവും ഉണ്ടായിരുന്നു. തിരക്കു പിടിച്ച മക്കൾക്ക് വേണ്ടിയിട്ടുള്ള, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ പലതും ഞാൻ മറന്നു. പലതും നാം അശ്രദ്ധമായി. പലപ്പോഴും നാം നമസ്കരിക്കുന്നവരാണ് 5 നേരവും. ആ നമസ്കാരത്തിൻ്റെ 4 റക്അത്തുകളിൽ ഒരു 7-8 മിനിറ്റ് നേരം എടുത്താൽ പലപ്പോഴും 2-3 സെക്കൻഡ് പോലും ഞാൻ പറയുന്ന അറബി മന്ത്രങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ
സർവാധിനാഥനായ സർവേശ്വരനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ആ ഹംദ് ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല, ആ സ്തുതി ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. ഈ ശക്തമായ തീതുത്തുന്ന ഈ ചൂടുള്ള ഈ കാലഘട്ടത്തിലും വീട്ടിൽ ശീതീകരിച്ച ഏത് ചൂടിനെയും തണുപ്പിക്കുന്ന സംവിധാനത്തോടുകൂടി നാം ഉറങ്ങുമ്പോൾ അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണിത്, അൽഹംദുലില്ലാഹ് എന്നൊരു നന്ദിയുടെ വാചകം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോ? നമ്മുടെ നമസ്കാരങ്ങൾ അശ്രദ്ധമായി പോകുന്നുണ്ടോ? നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, കേവലം ഒരു ആചാരമായി അങ്ങ് കഴിഞ്ഞു പോവുകയാണോ എന്ന് നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ വമ്പിച്ച നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. നമസ്കാരത്തിൽ ആലസ്യത്തോടു കൂടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ ശാപവും കോപവുമാണ്. അത്തരത്തിലുള്ള നമസ്കാരമാകാതിരിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലേക്ക് തൻ്റെ അനുചരന്മാർ വന്ന് നിൽക്കുമ്പോൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തും, സൊല്ലു, ഈ നമസ്കാരം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ജുമാ ഖുതുബ എനിക്കും നിങ്ങൾക്കും അവസാനമായി നന്നാകാനുള്ള ഒരു അവസരമാണെന്നുള്ള തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം നിലകൊള്ളുന്ന ഈ മാസം പരിശുദ്ധ ശഅബാൻ മാസമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, ذلك الشهر يغفل الناس عنه بين رجب ورمضان. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ വരുന്ന ഈ ശഅബാൻ മാസം മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അശ്രദ്ധയിലാണ്, ആലസ്യത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം ശഅബാൻ മാസമാണ്. നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ മടക്കിയെടുക്കാൻ ഈ പരിശുദ്ധ റമളാനിന്റെ ഒന്നാമത്തെ കവാടമാണ് ഈ ശഅബാൻ. ശഅബാനിനു വേണ്ടി ഒരുങ്ങാൻ റസൂലിന്റെ അനുചരന്മാരിൽ പലരും കച്ചവടക്കാരാണെങ്കിൽ കച്ചവടമെല്ലാം മാറ്റിവെച്ചിട്ട് റമളാനിന് വേണ്ടി അവർ ഒരുങ്ങുമായിരുന്നു. അവർ ഒറ്റയ്ക്കാകുന്ന പരലോകത്തേക്ക് വേണ്ടി അവർ ഒരുങ്ങുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ നോമ്പുകാരനായിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തുഅറദുൽ അഅമാലി യൗമൽ ഇസ്നൈനി വൽ ഹമീസ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഫൗഹിബു അൻ യുഅറദ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധമായ ശഅബാനിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ കർമ്മങ്ങൾ, ഒരു വർഷമുള്ള കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രവാചക വചനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ഈ മാസത്തിലാണ് റബ്ബിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയുള്ള ദിക്റിലും ഫിക്റിലുമായി കഴിയേണ്ട ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഓർമ്മിച്ച് സ്മരണയോടുകൂടി കഴിയുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.